KSRTC അഴിമതി, KSEB അഴിമതി, ഈ ഇടയ്ക്ക് സോളാറിൻ്റെ അഴിമതി, ക്യാമറ വെച്ച അഴിമതി, പക്ഷേ കിറ്റിൽ അഴിമതി, കേന്ദ്ര ഫണ്ടുകളുടെ അഴിമതി, ബസ് വാങ്ങുന്ന അഴിമതി പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഫുൾ അഴിമതിയാണ്. ഇപ്പോൾ ഒരു 750 സ്ക്വയർ ഫീറ്റ് ഒരു വില്ലേജ് ഓഫീസ് വയ്ക്കുന്നത് 45 ലക്ഷം രൂപയാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ 4 ലക്ഷം രൂപ. അങ്ങനെ ഒരു സംസ്ഥാനം വളരെ കടക്കണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടി 2000 കോടി മാസം കടമെടുത്താണ് അവരുടെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുന്ന ഒരു സംസ്ഥാനങ്ങൾക്ക്, കേരളങ്ങൾക്ക് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന അഴിമതി. പക്ഷേ ഈ അഴിമതിയുടെയൊക്കെ ഒരു അടുത്ത ലെവലാണ് ഈ സഹകരണ ബാങ്കിൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സത്യം പറഞ്ഞാൽ പ്രത്യക്ഷമായി ബാധിക്കത്തില്ല. പക്ഷേ സഹകരണ ബാങ്കിൽ നടക്കുന്ന അഴിമതി അത് ആ പ്രദേശത്തുള്ള പ്രാദേശികമായ സാധാരണ ജനങ്ങൾ, അവരുടെ ഒരു സംഘം, അവർ കൃഷി ചെയ്യുന്ന കാശ്, അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയൊരു തുക അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഈ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനമായിരുന്നു. പക്ഷേ ഇന്ന് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയൊരു ശൃംഖലയാണ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ നടക്കുന്ന അഴിമതി കൊള്ള ഈ ഇടയ്ക്ക് വന്ന 500 കോടി രൂപ അഴിമതി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളി എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. കാരണം സാധാരണ ജനങ്ങളുടെ കാശാണ്, അല്ലാതെ വല്ല മൾട്ടി മില്യനറോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂസഫ് അലിയോ അല്ലെങ്കിൽ രവിപുരക്കുള്ള വലിയൊരു ബിസിനസ് ബാങ്കിൻ്റെ ഒന്നും കാശല്ല. സാധാരണ ജനങ്ങൾ പശുവിനെ ആദായമാക്കി ജീവിക്കുന്ന ഒരു കൃഷി ആദായമാക്കി അല്ലെങ്കിൽ ചെറിയൊരു പ്രവാസിയാണ്, അവർ സമ്പാദിക്കുന്ന ചെറിയ എമൗണ്ടിലെ ക്യാഷാണ് ഈ സഹകരണ ബാങ്കുകളുടെ മൂലം എന്ന് പറയുന്നത്. സോ അവിടെ നടക്കുന്ന അഴിമതി സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. അതിൻ്റെ ഒരു വലിയൊരു നേർപ്പകുതിയാണ് ഈ കണ്ടിരിക്കുന്നത്. സോ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരത്തില്ല എന്ന പൂർണ്ണ ബോധത്തോടുകൂടി അവർ അവരുടെ ശക്തിയോട് കൂടി അവരുടെ ആയുസ് മുഴുവൻ ജീവിക്കാനുള്ള കാശ് അടിച്ചു മാറ്റിയത്. അത്ര അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഒരു വെസ്റ്റ് ബംഗാളോ ത്രിപുരയോ ഒക്കെ ആയി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ശ്രീലങ്കയുടെ അവസ്ഥ നമുക്കറിയാം. അതിൻ്റെ വേറെ ചിത്രമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് അത്ര ബാധിക്കത്തില്ല എന്നൊറ്റ കാര്യമുള്ളൂ. സോ അല്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രതികരണശേഷി കിട്ടി തുടങ്ങിയത് വലിയൊരു ആശ്വാസം കൂടിയാണ്. പിന്നെ ഇവിടെയുള്ള പ്രതിപക്ഷം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കോൺഗ്രസിനെ കൊണ്ട് ഇനി ഒന്നിനും കൂടത്തില്ല. ജസ്റ്റ് ഇലക്ഷൻ സമയത്ത് വരുന്നു, അവരുടെ കാര്യം നടക്കുന്നു, പോകുന്നു. ഒരുമാതിരി ഈ ഗാലറി ഇരുന്ന് കളി കാണുന്ന അവസ്ഥയുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ BJPയുടെ അവസ്ഥ നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാൻ